പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് നമ്മുടെ 12th ലെവൽ പ്രിലിംസിന്റെ ശ്രദ്ധിക്കുക 12th ലെവൽ പ്രിലിംസിന്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റിലാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എത്ര ഫേസുകളായിട്ടാണ് നടത്താനായിട്ട് പോകുന്നത്, ആ ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് കേരള PSC ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, 3 ഫേസുകളായിട്ടാണ് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ എക്സാമിനേഷൻ നടത്താൻ പോകുന്നത്. പ്രധാനമായിട്ടും 3 ഫേസുകളാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്നിങ്ങനെ 3 ഫേസുകളായിട്ടായിരിക്കും എക്സാമിനേഷൻ നടത്താനായിട്ട് പോവുക. അപ്പോൾ എന്തൊക്കെയാണ് ഡേറ്റുകളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫേസ് എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് 6/8/2022 എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. രണ്ടാമത്തെ എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് ഓഗസ്റ്റ് 27-ാം തീയതിയാണ്. മൂന്നാമത്തെ ഫേസ് എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് സെപ്റ്റംബറിനാണ് കേട്ടോ, 17 സെപ്റ്റംബർ കേട്ടോ, സെപ്റ്റംബർ 17-നാണ് മൂന്നാമത്തെ ഫേസ് നടത്താനായിട്ട്. അപ്പൊ 2 ഫേസ് നടത്തുന്നത് ഓഗസ്റ്റ് മാസത്തിലും 1 ഫേസ് നടക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ മാസത്തിലുമാണ്. അപ്പൊ സമയം നോക്കുകയാണെങ്കിൽ 1:30 മുതൽ 3:15 വരെ തന്നെയാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഓരോ ഫേസിലും എക്സാം എഴുതുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 1,60,000 പേര് അടുപ്പിച്ചാണ്. കണ്ടല്ലോ, 1,61,000 പേര് ഫസ്റ്റ് ഫേസില്, രണ്ടാമത്തെ ഫേസിലും 1,61,000 പേര് തന്നെയാണ്, മൂന്നാമത്തെ ഫേസിലും 1,61,400 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ഓരോ ഫേസിലും എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഡേറ്റുകളുടെ കാര്യം, അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് എന്ന് കിട്ടുമെന്നുള്ള കാര്യം, ഒന്നാമത്തെ ഫേസ് എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ 6-ാം തീയതി എക്സാമിനേഷൻ ഉള്ളവർക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുക 23/7 കേട്ടോ. 23/7 ജൂലൈയിലായിരിക്കും എന്ത് ചെയ്യുക, 23 ജൂലൈയിലായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ഉള്ളവർക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുക. രണ്ടാമത്തെ ഫേസ് എക്സാമിനേഷൻ ഉള്ളവർക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുക 12/8/2022 രണ്ടാമത്തെ ഫേസ് എക്സാമിനേഷൻ ഉള്ളവർക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുക. മൂന്നാമത്തെ ഫേസ് എക്സാമിനേഷൻ ഉള്ളവർക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുക കണ്ടല്ലോ 3/9/2022 സെപ്റ്റംബർ 3-ാം തീയതി ആയിരിക്കും എന്ത് ലഭിക്കുക, മൂന്നാമത്തെ ഫേസ് എക്സാമിനേഷൻ ഉള്ളവർക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ +2 ലെവൽ പ്രിലിംസ് എന്ന് പറയുന്നത് 3 ഫേസുകളായിട്ടാണ്. അപ്പൊ ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു കാര്യം പറയാനുള്ളത്, ഇത്രയും ദിവസം ക്ലാസ്സിലായിരുന്നതിന്റെ കാര്യം ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതിനെ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ചെറിയൊരു തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, ലോങ് ആയിട്ട് ഉള്ള വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകളെല്ലാം പഴയ പോലെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പുവരിക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഇതിനകത്ത് പറയുന്നത് ഓരോന്നിന്റെ സിലബസും അല്ലെങ്കിൽ ഒരു PDF ആവശ്യമുള്ളത് നമ്മൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കേരള PSC വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സാമിനേഷൻ 100 മാർക്കിനായിരിക്കും. മീഡിയം അല്ലെങ്കിൽ എക്സാമിനേഷൻ എഴുതുന്ന ഭാഷ എന്ന് പറയുന്നത് എന്തായിരിക്കും, പാർട്ട് 1ഉം 2ഉം 4-ാമത്തെയും പാർട്ടുകൾ എന്ന് പറയുന്നത് മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിൽ നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പാർട്ട് 3 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മോഡ് ഓഫ് എക്സാമിനേഷൻ നമുക്കറിയാം OMR എക്സാമിനേഷൻ തന്നെയാണ്. സമയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 15 മിനിറ്റ് ആണ്, അല്ലെ 1 മണിക്കൂർ 15 മിനിറ്റ് ആണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് നമ്മുടെ ഈ ഒരു +2 ലെവൽ പ്രിലിംസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ടൈപ്പിസ്റ്റ് ക്ലർക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ടൈപ്പിസ്റ്റ് ക്ലർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്തവർക്കാണ് ഏതിലോട്ടൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിലേക്കുള്ള ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു +2 ലെവലിന്റെ കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോന്നിനെയും ഡീറ്റെയിൽഡ് സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ സിലബസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡയറക്റ്റ് ആ സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. അത് ഈ ഒരു PDF-ൽ തന്നെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ PDF ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്ത ശേഷം ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ടൈപ്പിസ്റ്റ് ക്ലർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ വരുന്നുണ്ട്. LD ക്ലർക്കിന്റെ ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വരുന്നുണ്ട്. വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ നമ്മുടെ ഈ ഒരു +2 ലെവൽ പ്രിലിംസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് സിലബസ് ഓരോ ജില്ലകളുടെയും കണ്ടല്ലോ, എത്ര പേരാണ് എഴുതുന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു PDF-നകത്ത് കൊടുത്തിട്ടുണ്ട്.
കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു എക്സാം ആണ്. എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് സിലബസ് ഈ ഒരു PDF ൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ആ സിലബസ് എന്ന് പറയുന്ന ഒരു ചുവന്ന ലെറ്റേഴ്സിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഉണ്ടാവുക നമ്മുടെ +2 ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നാളെ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഉണ്ടാവും. നാളെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ 4ാമത്തെ ഫേസ് അല്ലെ 4th ഫേസ് എക്സാമിനേഷൻ 4 ആണ്. അപ്പോൾ നാളെ നിങ്ങൾക്ക് വൈകുന്നേരം തീർച്ചയായിട്ടും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും കാണുക. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ +2 ലെവൽ പ്രിലിംസിന്റെ ക്ലാസ്സുകളായിരുന്നു ഉണ്ടാവുക. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാൻ സമയം എത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റിലാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ 3 ഫേസുകളായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ഡേറ്റുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഡേറ്റുകൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 6-ാം തീയതി ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 17 എക്സാമിനേഷൻ ഉണ്ടാവുക. നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.